അന്ന് മുതൽ സ്വന്തം വളർത്തപ്പൻ്റെ വേർപാടിൻ്റെ വേദനകൾ അറിഞ്ഞൊരു കുടുംബമാണത്. എന്നാൽ വളർത്തപ്പനേക്കാൾ വലിയ അപ്പൻ സ്വർഗത്തിലെ അപ്പനാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളെല്ലാം കടന്നുപോയപ്പോൾ അറിവും വെളിച്ചമുള്ള സമയത്ത് ഇത്രയും വെല്ലുവിളികൾ ഈ ലോകത്ത് ഉണർത്തുന്ന ഈ ദൈവവിളി സ്വീകരിച്ച് അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും വിശുദ്ധിയിലും സിസ്റ്റർ ഓമറമ്മ ജീവിച്ച് കടന്നുപോയത്. അമ്മ എപ്പോഴും പറയാറുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, നന്നായിട്ട് വിശുദ്ധി ജീവിക്കണം. അതമ്മ എന്നും എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൊരു സുഹൃത്ത് എന്ന രീതിയിൽ, ഒരു ബന്ധു എന്ന രീതിയിൽ എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വീത്ത കോൺസെക്രേറ്റഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ സഭയ്ക്ക് നൽകുന്ന ദാനമാണ് സമർപ്പണ ജീവിതം. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ സഭയ്ക്ക് നൽകുന്ന ഒരു ദാനമാണ്. തീർച്ചയായിട്ടും അമ്മയുടെ ഈ ശരീരത്തിന് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഓർക്കുകയാണ്, പിതാവായ ദൈവം തൻ്റെ വളർത്തപ്പൻ മരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ കിട്ടിയ ആ ദൈവവിളിയെ ഇന്ന് സഭയിൽ CMC സഭ മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് തന്ന ഒരു വലിയ സമർപ്പണ ജീവിതത്തിൻ്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഓമറമ്മ ഇന്ന് നമുക്ക് ബാക്കി വെച്ച് പോകുന്നത്. തീർച്ചയായിട്ടും അമ്മയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ അമ്മയെ കാണാൻ പോയിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ എന്നോട് എന്നും പറയുന്നൊരു പരാതിയുണ്ട്, അമ്മ നീ വിളിച്ച ഫോൺ എടുക്കില്ല. അതെന്നെക്കുറിച്ച് എല്ലാവരും പറയുന്നൊരു പരാതിയാണ്. അമ്മ എന്നോട് എപ്പോഴും പറയും, സിജോ നീ വിളിച്ചെടുക്കില്ല. അമ്മയ്ക്ക് വയ്യാതെയായ സമയത്ത് അമ്മ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ താമ്പൂർ ധ്യാനകേന്ദ്രത്തിൽ മരിയൻ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അമ്മ സാധാരണ വിളിക്കാറുണ്ട് എന്തെങ്കിലും പ്രാർത്ഥന സമയം, അതിനായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈസ്റ്റർ ദിനത്തിലാണ് അമ്മ കൂടുതൽ സീരിയസ് ആയിട്ട് മിഷൻ ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് മനസ്സിലായി. ഞാൻ അമ്മയുടെ അടുത്ത് പോയി. അമ്മയ്ക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ സിസ്റ്റേഴ്സിനെ വിളിച്ചിരുന്നു. വെച്ചാൽ അവിടെ ഡോക്ടർ വന്നപ്പോൾ ആ ഡോക്ടറിന്റെ കൈ പിടിച്ചു പറഞ്ഞു, സിജോനെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ ഓർമ്മകളിൽ ഞങ്ങളെപ്പോലുള്ള പുരോഹിതർ എന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് അമ്മ ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മയുടെ അടുത്ത് പോയി കുറെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മേനേക്ക് ശക്തി കൊടുത്ത അമ്മ എന്തിങ്ങനെ കിടക്കണം, അടുത്ത കരുണയുടെ തിരുനാളാവുമ്പോഴേക്കും നമുക്ക് എഴുന്നേറ്റ് നടക്കേണ്ട അമ്മ. കരുണയുടെ തിരുനാളാണോ? ഈസ്റ്റർ കഴിഞ്ഞ് ഞങ്ങളൊക്കെ കരുണയുടെ തിരുനാൾ ഞാനും ഒത്തിരി മക്കൾ വരുന്നുണ്ട്. എന്തായാലും അമ്മ കരുണയുടെ തിരുനാളാവുമ്പോഴേക്കും അമ്മ എഴുന്നേൽക്കും. അങ്ങനെ പറഞ്ഞ് നമ്മൾ അമ്മേനെ നോക്കി ചിരിച്ചു. ഞാൻ അമ്മേനെ പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും അമ്മ എഴുന്നേറ്റു. അത് സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ എഴുന്നേൽപ്പാണെന്നുള്ളത് തിരിച്ചറിയുന്ന നാളെയാണ് ദൈവകരുണയുടെ തിരുനാള് സഭയിൽ ആഘോഷിക്കുന്നത്. കരുണ കാണിക്കാൻ ഒരിക്കലും മടി കാണിക്കാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഓമറമ്മ. സ്നേഹമുള്ളവരെ, ഞാൻ അമ്മയെ കുറിച്ച് 4 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിനേക്കാൾ കൂടുതൽ പറയാനുണ്ട് ഇരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും. അവരുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയത് ഞങ്ങളെക്കാൾ കൂടുതൽ കണ്ടുമുട്ടി. ഞാനിക്ക് വരുമ്പോൾ കണ്ടുമുട്ടുന്നുള്ളൂ. ഒപ്പം ജീവിച്ചവർക്ക് പറയാൻ ഒത്തിരി ജീവിത അനുഭവങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അമ്മയിൽ ഞാൻ കണ്ടത് ഒരു പ്രാർത്ഥനയുടെ സ്ഥിരതയാണ്. അമ്മ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോൾ വിളിച്ചതിൽ പറയും, മോനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, നിന്റെ ശുശ്രൂഷകൾക്ക് നീ മെസ്സേജ് എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോട് മാത്രമല്ല, ഈ സഭയിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ പ്രൊവിൻസിലെ CMC സിസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ എല്ലാവരോടും പ്രാർത്ഥനയുടെ, കാരണം അത് എബ്രാസമ്മയെ വളരെ ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ടായിരിക്കണം അമ്മയുടെ കാലഘട്ടത്തിൽ തന്നെ എബ്രാസമ്മ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ, സഭയിൽ ഏറ്റവും കൂടുതൽ ഈ വിശുദ്ധരെ സ്നേഹിക്കുന്നവരെ അവരുടെ ഫൗണ്ടേഴ്സ് വിശുദ്ധരാകുമ്പോൾ അവർ തന്നെയാണ്. ഞങ്ങളുടെ ജനറലച്ചനും അങ്ങനെയും അന്നുണ്ടായിരുന്ന ജനറലച്ചനും ചാവറച്ചൻ വിശുദ്ധരാകാൻ വേണ്ടി അത്രയും പ്രാർത്ഥിച്ചൊരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ ഓമറമ്മയും അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. എബ്രാസമ്മയുടെ വിശുദ്ധ പദവിക്ക് വേണ്ടി, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഈ സഭയെ നയിക്കുകയും അതുപോലെ ഈ പ്രൊവിൻസിനെ ഒരുമിച്ച് നയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ മഠത്തിൽ ജീവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ പ്രാർത്ഥിക്കും. ഒത്തിരി പേരെ കാണും. അവരുടെ എല്ലാ നിയോഗങ്ങളും എബ്രാസമ്മ വഴി ദൈവസന്നിധിയിൽ മധ്യസ്ഥം. പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു അമ്മയുടെ ജീവിതം. പഠിക്കുമ്പോൾ 3 ജപമാലയും കുറഞ്ഞത് ഒരു ദിവസം ചെല്ലാതിരുന്നിട്ടുണ്ട്. 3 ജപമാല പേഴ്സണൽ ലൈഫിൽ ചെല്ലുന്നില്ല. അത് ചെല്ലാതിരുന്ന ഭയങ്കര അസ്വസ്ഥയായിരുന്നു ഓമറമ്മയ്ക്ക്. അതുകൊണ്ട് എപ്പോഴും അമ്മയുടെ കയ്യിൽ ജപമാലയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കയറുന്നതിന് മുമ്പ് എൻ്റെ അങ്കിളൊക്കെ ഒത്തിരി ആത്മീയമായി വളർത്തിയിട്ടുള്ളതാണ് ഓമറമ്മ. അപ്പൊ അങ്കിള് പറയായിരുന്നു, ഓമറമ്മയുടെ അമ്മ മരിക്കും മുമ്പ് അങ്കിൾക്കാണ് ആ ജപമാല കൊടുത്തത്. അപ്പോൾ ഈ ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ അങ്കിള് കാണാൻ പോയപ്പോൾ ഈ ജപമാല കാണിച്ചു കൊടുത്തപ്പോൾ ഓമറമ്മ ചിരിച്ചു എന്ന് പറയാം. തീർച്ചയായിട്ടും അത് ആ അമ്മയുടെ ജീവിതത്തിൽ നിന്ന്, സ്വന്തം ജീവിപ്പിച്ച ജന്മം കൊടുത്ത അമ്മയിൽ നിന്ന് കിട്ടിയ ആ സുഹൃതം ജീവിതത്തിൽ ഒന്നും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ പരിശുദ്ധാത്മ വലിയൊരു സാന്നിധ്യവും സാമീപ്യവും ഒരു കൃപയാണ്. തീർച്ചയായിട്ടും അമ്മയുണ്ടായ ഈ ജപമാലയോടും അതുപോലെ കൃത്യനിഷ്ഠ പ്രാർത്ഥന ഒരിക്കലും മുടക്കുകയാണ്.
അത് പ്രൊഫഷൻ അറിയുന്ന സമയത്തും ഞാൻ പല സിസ്റ്റേഴ്സും പറയുന്നത്, കൃത്യസമയത്ത് ഒരു അറിയുന്നവർ വന്നാൽ പോലും ആ സമയത്ത് പറയും 1 മിനിറ്റോ പ്രാർത്ഥനയുടെ സമയം. കാരണം അധികാരം അനുസരിപ്പിക്കാനുള്ളതല്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാണെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തൊരു അമ്മയാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് വചനം പറയുന്ന പോലെ ജീവിതത്തിൽ എന്നും പ്രാർത്ഥന കൊണ്ട് ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിയാണ്. മറ്റൊരു ഗുണമാണ് നേതൃത്വ ഗുണം. നമുക്കറിയാം, അമ്മ പഠിച്ചത് പൊളിറ്റിക്സിലാണ്, ഡോക്ടറേറ്റ് ഒക്കെ ചെയ്തത്, PhD എടുത്തത്. അതിപ്പോൾ അങ്ങളെന്നോട് പറയായിരുന്നു, ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ആ കാലഘട്ടത്തിലായിരുന്നു അത് പഠിക്കാൻ പോയി. അപ്പോൾ സഭ പോലും അങ്ങനെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ഒത്തിരി ചിന്തിക്കും. അമ്മ അത് വളരെ വ്യക്തമായിട്ടും ആ ഒരൊറ്റയ്ക്ക് പോയി അത് പഠിച്ച് തിരിച്ചു വന്നത് അമ്മയുടെ ഒരു നിശ്ചയദാർഢ്യമാണ്. ഞാൻ പറഞ്ഞത് നേതൃത്വ ഗുണം ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞൊരു വിമല കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജിന്റെ ഒരു സുവർണ കാലഘട്ടം രേഖപ്പെടുത്തിയ ഒരു അമ്മയാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ അമ്മ പഠിപ്പിച്ച സ്റ്റുഡൻസ്, എൻ്റെ ചേച്ചി വരെ അമ്മയുടെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ചേച്ചിക്ക് പറയണം, അമ്മയുടെ ഒരു നോട്ടുണ്ട്, കൃത്യമായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യും. ഈ നോട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുക. ആ നോട്ട് പഠിക്കുന്ന എല്ലാവരും ജയിക്കും. അമ്മ ഒരു ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ നമുക്കറിയാം, വിദ്യാഭ്യാസത്തിൽ പലരും പഠിച്ചത് ഛർദ്ദിക്കുന്നവരുണ്ട്, ആ പുസ്തകം അതുപോലെ തന്നെ കൊടുക്കുന്നത്. അമ്മയുടെ ജീവിതം അങ്ങനെയാണ്. അമ്മ പഠിച്ച് അതെങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാം എന്ന രീതിയിൽ നല്ല നോട്ട് പ്രിപ്പയർ ചെയ്ത് ആ നോട്ടാണ് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ലീഡർഷിപ്പിന്റെ നല്ല ക്വാളിറ്റിയാണ്. കാരണം ഒരു യേശു എന്ന നേതാവിനുണ്ടായിരുന്നു ഏറ്റവും നല്ലത് കൊടുക്കണം, ഏറ്റവും നല്ലതാക്കണം, ഏറ്റവും നല്ലതിനെ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചു. CMC സഭയിലെ ഒത്തിരി പേരെ വളർത്തിയതും ഒത്തിരി പേരെ വളർത്തി കൊണ്ടുവന്ന ഒരു അമ്മയാണ്. തീർച്ചയായിട്ടും അമ്മയുടെ നേതൃത്വം, അതുപോലെ അച്ചടക്കം. ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്, അധികം ഉറക്കെ സംസാരിക്കുക, ലളിതമായിട്ട് ഒരു കോലാഹലങ്ങളല്ല, കോളിളക്കങ്ങളല്ല, മറിച്ച് ഒരു സ്നേഹത്തിന്റെ ഭാഷ എപ്പോഴും ഉണ്ടായിരുന്നു. മുഖം നല്ല പുഞ്ചിരി, ഇപ്പോൾ കിടക്കുമ്പോൾ പോലും കാണാം ആ പുഞ്ചിരി ഒരിക്കലും മാറിയിട്ടില്ല. പുഞ്ചിരിക്കാൻ കഴിയുന്നതാണ് ഒരു സന്യാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കൃപ. അതുകൊണ്ട് അമ്മയിൽ ഉണ്ടായിരുന്ന ഈ ഗുണം, നേതൃത്വ ഗുണം. നമുക്കറിയാം, വിമല കോളേജിൽ ഇത്രയും മാത്രം കുട്ടികളെ പഠിപ്പിച്ചപ്പോഴും അവർക്ക് നേതൃത്വം കൊടുത്തപ്പോഴും അവരുടെ കൂടെ ജീവിച്ചപ്പോഴും, അതുപോലെ ICF, അതിലൂടെ ഒത്തിരി കുട്ടികളെ ഈ കാലഘട്ടത്തില് രാജ്യത്തിന് വേണ്ടി വളർത്തിയെടുക്കാൻ വിമല കോളേജിന്റെ നേതൃത്വത്തിലായിരുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഞാനിങ്ങനെ സെമിനാറിൽ ചേരാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ വിമല കോളേജിൽ നടന്നൊരു വലിയ കോൺഫറൻസ് ആയിരുന്നു, ജീസസ് യൂത്തിന്റെ വലിയ കോൺഫറൻസ്. അന്ന് അമ്മയായിരുന്നു അവിടെ പ്രിൻസിപ്പൾ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മങ്ങനെ നോക്കിയിരിക്കും. കാരണം അമ്മയ്ക്ക് ഭയങ്കര ഈ പെൺകുട്ടികൾ നോക്കുന്ന പോലെ ആൺകുട്ടികളെയും വളരെ ശ്രദ്ധിക്കണം. അവിടെ 2 കൂട്ടർ കൂടിയിട്ടുള്ളത്. അപ്പൊ അമ്മ അതിനെല്ലാം ഒരു പ്രാർത്ഥന മുന്നിൽ തന്നെ ജവാന് ചെല്ലിയിട്ടിരിക്കുന്നുണ്ടോ, ഇവർ ബസ്സുകളിൽ പോകുമ്പോൾ അവരോട് ഇങ്ങനെ സംസാരിക്കും. അന്ന് ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഉള്ളവരെ, ഒരു നേതൃത്വ ഗുണം എന്ന് പറയുന്നത് സ്നേഹിക്കണം. ഞാൻ സിസ്റ്റേഴ്സിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സിസ്റ്റർമാർ പറയാറുണ്ട്, ഓമറമ്മയുടെ ബന്ധുവാണല്ലേ, ഓമറമ്മ ഭയങ്കര സ്നേഹമാണ്, ഓമറമ്മ ഞങ്ങളെ വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 2 വർഷം 6 വർഷം പ്രൊവിൻഷ്യാളമയായിട്ട് തൃശ്ശൂർ ഇവരുടെ പ്രൊവിൻസിനെ നേതൃത്വം കൊടുത്തു. തീർച്ചയായിട്ടും അമ്മയുടെ നേതൃത്വ ഗുണം ഇനി വളരുന്ന സന്യസ്തർക്കും നല്ല കുടുംബജീവൻ നയിക്കുന്നവർക്കും ഒരു നല്ല മാതൃകയാണ്. മൂന്നാമത്തെ ഒരു നല്ല ഗുണം, നല്ല നിരന്തര അധ്യാപികർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ സ്നേഹിക്കാനും കുട്ടികളെ ശാസിക്കാനും മടിക്കാറുണ്ട്. അമ്മ നന്നായിട്ട് ശാസിക്കാറുണ്ട്, പറയേണ്ട കാര്യം മുഖത്ത് നോക്കി പറയാം. കാരണം കോംപ്രമൈസ് ഇല്ലാത്ത ജീവിതമായിരിക്കണം ഒരു സന്യാസ ജീവിതം. കാരണം നമ്മൾ ആരെയും ഉയർത്താനല്ലോ, നമ്മൾ ദൈവത്തോളം ഉയർത്തപ്പെടാനല്ലേ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ ജീവിതത്തിന് ഉള്ള ഒരു നല്ല ഗുണമായിരുന്നു ഒരു നല്ല അധ്യാപിക. ആരാണ് നല്ല ടീച്ചർ എന്ന് പറയുമ്പോൾ ഈശോയുടെ ജീവിതമാണ് എനിക്കിഷ്ടം. കാരണം കൊച്ചു പയ്യനായ യോഹന്നാൻ മുതൽ അപ്പനെപ്പോഴും പ്രായമുള്ള പത്രോസിന് വരെ ഒരുപോലെ നിയന്ത്രിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ നേതൃത്വം വലിയൊരു കൃപയാണ്. അത് ഈശോയുടെ നേതൃത്വം. അമ്മ അങ്ങനെയായിരുന്നു. അവിടെ വരുന്ന ഓരോരുത്തരെയും കാണും. എപ്പോൾ ചെന്നാലും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സിജോ നല്ല ദൈവവിളി ഉണ്ടാകാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നീട് അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഓമറമ്മനോട് പറയുന്നൊരു കാര്യം ഇതാണ്, സിജോ എനിക്കിപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും മുട്ടുകുത്തും, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് മുട്ടുകുത്താൻ പറ്റാത്ത ഭയങ്കര വിഷമം. അവസാന കാലങ്ങളിലൊക്കെ മുട്ടിന് ഭയങ്കര വേദന. അപ്പോൾ അമ്മയോട് പറയാറുണ്ട്, അമ്മേ ആ വേദന കാഴ്ചവെക്കുന്നതല്ലേ മുട്ടുകുത്തുന്നതിനേക്കാൾ വലിയ ഒരു അഭിഷേകം. തീർച്ചയായിട്ടും അമ്മയുടെ ജീവിതം ഒരു വലിയ കൃപയായിട്ട് മാറുകയാണ്. അവസാനമായിട്ട് അല്പം പോലും ഈ ആഡംബരമുള്ള ഒരു ജീവിതം അല്ലായിരുന്നു, എന്നാൽ ടിപ് ടോപ്പായിട്ട് നടക്കും. അത് ഞാൻ പഠിച്ചിരിക്കുന്ന അമ്മയിൽ നിന്നും ഞാനിപ്പോൾ ആയിരിക്കുന്ന ഞങ്ങളുടെ ഡയറക്ടർ യേശുവിനെ എപ്പോഴും പ്രതിനിധാനം ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് വെടുപ്പായിട്ട് നടക്കണമെന്ന് കാണിച്ചു തരുന്നത്. നമ്മളെപ്പോഴും അലങ്കരിക്കേണ്ടത്, ജീവിതം അലങ്കരിക്കേണ്ടത്. അമ്മ എപ്പോഴും അലങ്കാരമായിരുന്നു. ഞായറാഴ്ച ഞങ്ങളവിടെ ചെന്നപ്പോൾ അമ്മയ്ക്കത് ഒരിക്കലും
ഇപ്പോൾ ഇവരുടെ എല്ലാ വസ്ത്രങ്ങളും അണിഞ്ഞിട്ടല്ലേ ഹോസ്പിറ്റലിൽ കിടന്നു വരും. അപ്പോൾ അമ്മയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടമാണ്. കാരണം അതുപോലെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും യേശുവിനെ എന്നിലൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും എന്നെ കാണുന്നവർ യേശുവിനെ ഒരു അലങ്കോലമായിട്ട് കാണരുതെന്ന് ആഗ്രഹിച്ചു. എപ്പോൾ കാണാൻ വന്നാലും ഞങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ എന്നോട് പറയും, സിജോ നല്ല വൃത്തിയായിട്ട് നടക്കണം, എല്ലാവരുടെ മുന്നിൽ ഈശോയാണ് നമ്മൾ പ്രതിയാണ്, ഈശോയെ കൊടുക്കണം. നമ്മുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാറ്റി വെക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു ആഡംബരം ഉണ്ടായിരുന്നില്ല, വലിയ വലിയ സാധനങ്ങളോ ഒന്നും വേണ്ട, ഇത്രയും അധികാരം എല്ലാം ലഘുവായിട്ട് ജീവിച്ച് എല്ലാവർക്കും എല്ലാമായിട്ട് മാറി. പക്ഷേ എന്താണ് ഈ സമർപ്പണ ജീവിതം എന്ന് ഒരിക്കലും ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: സമർപ്പണ ജീവിതത്തിന്റെ ആനന്ദം സംതൃപ്തിയും നഷ്ടപ്പെടാതെ ജീവിക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം ബന്ധങ്ങൾ തകരാൻ നോക്കണം. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാ ബന്ധുക്കൾക്കും ഈ അമ്മ ഒരു നല്ല സ്നേഹിതയും നല്ല കൂടെപ്പിറപ്പാണ്. തീർച്ചയായിട്ടും ബേബി ചേച്ചിക്ക് ജീവിതത്തിൽ ബേബി ചേച്ചിയുടെ ഒരു സഹോദര ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളും വേദനകളും ഉണ്ടായപ്പോൾ നല്ലൊരു ഉറപ്പും ധൈര്യവുമായിരുന്നു ഓമറമ്മ. തീർച്ചയായിട്ടും എനിക്ക് ബേബി ചേച്ചിയോടൊന്ന് പറയാനുള്ളൂ, സ്വർഗത്തിലിരുന്ന് അമ്മ പ്രാർത്ഥിക്കുന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഈ കരുണയുടെ തിരുനാളിൽ പോകുമ്പോൾ ദൈവത്തിന്റെ കരുണ നമ്മിലേക്ക് ഒഴുകിയിറക്കാൻ അമ്മയ്ക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് അമ്മ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചിലവായ ഒരു പുസ്തകമാണ് വചനകൃപയുടെ തീർത്ഥാടന സിസ്റ്റർ ഇറക്കിയത്. അപ്പൊ അതില് ഞാനിങ്ങനെ വായിച്ചു, അമ്മ എഴുതിയിരിക്കുന്ന അവതാരിക ഒന്ന് വായിച്ചു. അപ്പൊ അവതാരികയിൽ എഴുതിയിരിക്കുന്നതാണ്: അക്ഷയ നിധികൾ ഒളിഞ്ഞിരിക്കുന്ന അനന്ത സാധ്യതകളുടെ ഗനിയാണ് വിശുദ്ധ ഗ്രന്ഥം. അക്ഷയ നിധികൾ ഒളിഞ്ഞിരിക്കുന്ന അനന്ത സാധ്യതകളുടെ ഗനിയാണ് വിശുദ്ധ ഗ്രന്ഥം. തീർച്ചയായിട്ടും അമ്മ, ഞാനിപ്പോ വായിച്ചു കേട്ടു, അമ്മ ഈ മരിക്കുന്നതിന് മുമ്പേ ഒരു ബൈബിള് മൊത്തം സ്വന്തം കൈകൊണ്ട് എഴുതി. തീർച്ചയായിട്ടും വചനം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് അക്ഷയ നിധിയാണ്, ഒരു ഗനിയാണ്. കാരണം കനലരിയുന്ന വേദനകൾക്ക് ഒരു ആശ്വാസമായിട്ട് ക്രിസ്തുവിന്റെ വചനത്തിന്റെ അഗ്നിയുണ്ടാകും. അവസാനമായിട്ട് ഒരു വചനം പറഞ്ഞ് തീർക്കുകയാണ് അമ്മ. അവസാനം കണ്ടപ്പോൾ എനിക്ക് ഒരു യാത്ര മംഗളം തരുന്നത് ഈ വചനക്കുത്തിലൂടെയാണെന്ന് തോന്നുന്നു. മിഷൻ ഹോസ്പിറ്റലിൽ ഞാൻ പോരുമ്പോൾ രോഗീലേഖനം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ തലയിൽ തട്ടി പറഞ്ഞു, അമ്മേ ഞാൻ രോഗീലേഖനം തരുന്നുണ്ട്, ഇത് സൗഖ്യത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു തട്ടി. ഒരു ശബ്ദം മാത്രം ഉണ്ടായുള്ളൂ. സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരെയും കൂടി രോഗീലേഖനം കൊടുത്തു. അമ്മ എപ്പോഴും കാണുമ്പോൾ പറയും, സിജോ അധികം കാലം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെ പറയുന്നവരാണ് കൂടുതൽ കാലം ഈ ലോകത്ത് ഓർമ്മകളായിട്ട് ജീവിക്കാൻ. തീർച്ചയായിട്ടും അമ്മ മരിച്ചിട്ടില്ല, അമ്മയുടെ ഓർമ്മകളുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന്റെ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 6-8 അമ്മയുടെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടും അമ്മ ഈ വചനത്തിലൂടെ, ഈ ഗനിയാകുന്ന തീയാകുന്ന വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്: ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരേക്കും. സ്നേഹമുള്ളവരെ, അമ്മയുടെ വേർപാട് ഒരു നല്ല സന്യാസിനിയുടെ, ഒരു നല്ല അമ്മയുടെ, CMC സഭയ്ക്ക് കിട്ടിയ ഒരു നല്ല അമ്മയുടെ, ഒരു നല്ല കൂടപ്പറപ്പിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകം നന്ദി പറയുകയാണ് CMC സഭയോട്. ഞങ്ങളുടെ ഈ കൊച്ച് എൻ്റെ ആൻറ്റിയെ, ഇവരുടെ സ്വന്തം ബേബി ചേച്ചിയുടെ സ്വന്തം ചേച്ചിയെ നിങ്ങൾ പൊന്നുപോലെ നോക്കി. നിങ്ങളുടെ സഹോദരി ഇത്രയും കാലം ഞാൻ ഈ ആഴ്ചകളിലെല്ലാം ചെല്ലും ഹോസ്പിറ്റലിൽ ഏറ്റവും സ്നേഹത്തോടെ ഈ മദർ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് നൽകാവുന്ന എല്ലാം നിങ്ങൾ നൽകിയിട്ടുണ്ട്, സ്നേഹം നൽകിയിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ പേരിൽ ഞങ്ങളുടെ ഈ കൊച്ച് ചേച്ചിയെ, സഹോദരിയെ നിങ്ങൾ പൊന്നുപോലെ നോക്കി. ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ഈ കുടുംബത്തെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ ഈ ദൈവകരുണയുടെ, ഏറ്റവും കരുണയുടെ തിരുനാൾ ദിവസമാണ് ഇപ്പോൾ. ദൈവകരുണയുടെ മണിക്കൂറിലേക്ക് കടന്നു വരികയാണ്. ഈ 3 മണി സമയത്ത് അതേ മണിക്കൂറിൽ അമ്മ ഈ ലോകത്ത് നിന്ന് നമുക്ക് വേണ്ടി ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുകയാണ്. ദൈവകരുണയുടെ ഇത്രയാണ് പ്രാർത്ഥന: ഈശോയെ, ഞാൻ അങ്ങയെ ശരണപ്പെടുന്നു. ഈ അമ്മ നമ്മളോട് പറയുന്നത്, ഈശോയെ, ഞാൻ അങ്ങയെ ശരണപ്പെടുന്നു. അങ്ങ് തന്ന കൃപകൾക്ക് നന്ദി ഞാൻ പറയുന്നു. ദൈവത്തിന്റെ എല്ലാ കൃപകളും ഇന്ന് ഈ അമ്മയുടെ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത നേരിട്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ വഴി ദൈവം സ്വീകരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.